77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് ഭാരതം. കർത്തവ്യപഥിൽ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കുന്ന പരേഡ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് പരേഡിലെ മുഖ്യ അതിഥികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമസ്തേ, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ആവേശത്തിലാണ് ഭാരതം, ആത്മവിശ്വാസത്തിലാണ് ഭാരതം. എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ കരുത്തും വൈവിധ്യവും വിളിച്ചോതുന്ന വ്യത്യസ്തമായ റിപ്പബ്ലിക് ദിന പരേഡ് തുടങ്ങാൻ ഇനി ഏതാണ്ട് 3-3.5 മണിക്കൂർ മാത്രം. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള വൈവിധ്യം, ഒപ്പം എല്ലാ മേഖലയിലും ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ, മുന്നോട്ടുള്ള കുതിപ്പ്, ഇതെല്ലാം പ്രകടമാക്കുന്ന വിളിച്ചോതുന്ന പരേഡിനായി അഭിമാനത്തോടെ കാത്തിരിക്കാം അല്ലേ ജിഷ്ണു? പ്രദീപില, അശ്വതി, നമസ്തേ, ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിനാശംസകൾ. തീർച്ചയായും രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ നിറവിലാണ്, അഭിമാനത്തിൻ്റെ നിറവിലാണ്. ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി സന്ദേശം നൽകുമ്പോഴും ചൂണ്ടിക്കാട്ടിയത് അതുതന്നെയാണ്. ഭാരതം മുൻപോട്ട് കുതിക്കുകയാണ്. അതിൻ്റെ അടിത്തറ നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടന നമ്മുടെ ആത്മാവിന് ശക്തി പകരുന്നു. ലോകത്തിലെ തന്നെ, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഭാരതത്തിൻ്റെ അടിസ്ഥാനം ഭരണഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി തുടങ്ങിയിട്ടുള്ള പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തിൻ്റെ ശക്തിയും വികസന കുതിപ്പും സാംസ്കാരിക വൈവിധ്യവുമെല്ലാം പ്രകടമാകുന്നതായിരിക്കും കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കർത്തവ്യപഥ്, രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന രാജ്യതലസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ പാതയിൽ ഇന്ന് ഭാരതത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട്, രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് തെളിയിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ സാംസ്കാരിക അടിത്തറ എന്താണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. ആ പരേഡിലും ഇത്തവണ ഒട്ടേറെ വ്യത്യസ്തതകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരതയ്ക്ക് മേൽ ഭാരതം കനത്ത പ്രഹരമേൽപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ റിപ്പബ്ലിക് ദിന പരേഡാണ്. അതുകൊണ്ട് തന്നെ സൈന്യം അവരുടെ വീര്യവും ശക്തിയും ആധുനിക യുദ്ധോപകരണങ്ങളും പ്രകടമാക്കിക്കൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരുങ്ങുന്നത്. ആ പരേഡിൽ തന്നെ യുദ്ധ സജ്ജമായി, എങ്ങനെയാണോ യുദ്ധക്കളത്തിൽ സൈനിക വിന്യാസം നടത്തുന്നത്, ആ മാതൃകയിലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സൈനികർ അണിഞ്ഞൊരുങ്ങിയെത്തുന്നത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആദ്യമായി റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടക്കും. കൂടാതെ കരസേനയുടെ ശക്തിഭാൻ, ആ റെജിമെൻറ്റും ആദ്യമായാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ഒരുങ്ങുന്നത്. സൈന്യത്തിൻ്റെ ആനിമൽ കണ്ടിജൻറ്റും ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് സൈനിക ശക്തി, ഒപ്പം അത്യാധുനിക യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ, ഇവയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള കരുത്ത് വിളിച്ചോതുന്ന പരേഡ് തന്നെയായിരിക്കും ഉണ്ടാവുക. കൂടാതെ 30 നിശ്ചല ദൃശ്യങ്ങളുണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടേതുമായി 30 നിശ്ചല ദൃശ്യങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും. അതിൻ്റെയും കൺസെപ്റ്റ്, ആശയം എന്നുള്ളത് തന്നെ വന്ദേ മാതരത്തിൻ്റെ 150 വർഷവും ഒപ്പം ആത്മനിർഭർ ഭാരത് എന്നുള്ളതുമാണ്. വന്ദേ മാതരം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിന് ശക്തി പകരുന്നെങ്കിൽ ആത്മനിർഭർ അല്ലെങ്കിൽ ആത്മനിർഭരത എന്ന ആശയം ഇന്ന് രാജ്യത്തെ വികസന ട്രാക്കിൽ മുൻപോട്ട് കുതിക്കുകയാണ്. എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നത്, അതുപോലെ തന്നെ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ലോകത്തിനെ നെറുകയിലേക്ക് നയിക്കുക എന്ന ആശയത്തോടു കൂടിയാണ് മോദി സർക്കാർ ആത്മനിർഭർ ഭാരത് എന്ന ആശയം മുൻപോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വന്ദേ മാതരത്തിൻ്റെ 150 വർഷം കൂടാതെ ആത്മനിർഭർ ഭാരത്, ഈ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. കേരളം ഇത്തവണ നിശ്ചല ദൃശ്യം അവതരിപ്പിക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമാകുന്നത്. വാട്ടർ മെട്രോയും കൂടാതെ ഡിജിറ്റൽ സാക്ഷരതയുമാണ് കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യത്തിൻ്റെ ആശയമായി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ 30 നിശ്ചല ദൃശ്യങ്ങളുണ്ടാകും. ഏറ്റവും ഒടുവിൽ വ്യോമസേനയുടെ ഫ്ലൈറ്റ് പാസോട് കൂടിയായിരിക്കും ഈ റിപ്പബ്ലിക് ദിന പരേഡിന് അവസാനമാവുക. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് വേണ്ടി ഭാരതം മുഴുവൻ കാതോർക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് കർത്തവ്യപഥിലേക്ക് പോകുന്ന സൻസദ് മാർഗിനാണ്, പാർലമെൻറ്റിന് മുൻപിലുള്ള സൻസദ് മാർഗിലാണ്. ഇവിടെ വരെയാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം പ്രവേശനം നൽകിയിട്ടുള്ളത്. എനിക്ക് പിറകിൽ കാണാം റിപ്പബ്ലിക് ദിന പരേഡ് കാണുന്നതിനായി ജനങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിപുലമായിട്ടുള്ള ക്രമീകരണം
ക്രമീകരണങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഗേറ്റുകളിലൂടെ അവർക്ക് നൽകിയിട്ടുള്ള പാസുകൾ അനുസരിച്ച് ആളുകൾക്ക് പരേഡ് കാണുന്നതിനായി എത്താം. വാഹന പാർക്കിങ്ങിന് പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനം. 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തന്ത്രപ്രധാന മേഖലകളിലും റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷൻ കൂടാതെ വിമാനത്താവളം എന്നിങ്ങനെ രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിക്ക് പുറമേ രാജ്യത്തെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങൾ കൊൽക്കത്തയും ലക്നൌവും ഹൈദരാബാദും ബംഗളൂരും തുടങ്ങി രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത്തരം ആഘോഷങ്ങൾക്കിടയിൽ രാജ്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, ഭീകരാക്രമണം ഉൾപ്പെടെ നടത്താൻ ഭീകരവാദികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ട് IB നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിനനുസൃതമായി എല്ലാ പ്രതിരോധ നടപടികളും ഭാരതത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ച് കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനവും രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളും അതിർത്തി മേഖലയും ഉള്ളത്. ഏതായാലും റിപ്പബ്ലിക് ദിന പരേഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി രാജ്യമുള്ളത്. നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികൾ എത്തിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല കൂടാതെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥികളായി എത്തിയിട്ടുള്ളത്. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിക്കുന്നതോടുകൂടിയാകും റിപ്പബ്ലിക് ദിന പരേഡിനും ആ ആഘോഷ പരിപാടികൾക്കും ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവുക. രാജ്യത്തിൻ്റെ അഭിമാനമായി രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവരെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് തുടക്കം കുറിക്കും. പിന്നീട് പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ കർത്തവ്യപഥത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലേക്ക് എത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, രാജ്യത്തിൻ്റെ സൈനിക മേധാവി അല്ലെങ്കിൽ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രത്തലവൻ ദ്രൗപദി മുർമു റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നതിനായി രാഷ്ട്രപതി ഭവനിൽ നിന്നും അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി കർത്തവ്യപഥത്തിലെ പ്രത്യേക വേദിയിലേക്ക് എത്തും. അവിടെ ദേശീയ പതാക ഉയർത്തും. അതിനുശേഷമായിരിക്കും പരേഡ് ആരംഭിക്കുക. അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സല്യൂട്ട് സ്വീകരിക്കും. അത് തന്നെയാണ് ഈ 77ാമത് റിപ്പബ്ലിക് ദിനം. ഏറെ പ്രത്യേകതകളുള്ള, ലോകം ഉറ്റുനോക്കുന്ന ഒരു റിപ്പബ്ലിക് ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് ചില നിർണായക വിദേശ നിലപാടുകൾ എല്ലാ വർഷവും ഈ ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനം മറ്റ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണാറുണ്ട്. എന്താണ് ഭാരതം അടുത്തതായി വെക്കുന്ന ചുവട്, എന്തായിരിക്കും നയതന്ത്ര നിലപാട്, അതൊക്കെ നോക്കിക്കാണുന്നതാണ്. പ്രത്യേകിച്ച് 77ാമത് റിപ്പബ്ലിക് ദിനം യൂറോപ്യൻ യൂണിയനുമായുള്ള ആ ഒരു കൂടുതൽ കരുത്ത് ഭാരതം വിളിച്ചറിയിക്കുന്ന ഒരു പരേഡും ദിനവും കൂടിയാണ്. ഒപ്പം തന്നെ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു, അതിൽ പ്രഖ്യാപിക്കാവുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഇന്നൊരു സുപ്രധാന നേട്ടം ഇന്ന് പ്രദർശനത്തിന് എത്തും. അതാണ് സുശസ്ത്ര. ഈ അല്പം കഴിഞ്ഞ പുത്തൻപുരയിൽ തന്നെ ഇതേക്കുറിച്ചുള്ള വാർത്തയും നമുക്ക് കാണാം. 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ള സർഫസ് ടു സർഫസ് റോക്കറ്റ് ലോഞ്ചർ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് 5 മീറ്റർ, ഈ 300 കിലോമീറ്റർ, ചിലത് 150 കിലോമീറ്റർ, ഇത്രയും പോകുമ്പോൾ അതിൻ്റെ പരമാവധി എറർ, അതായത് ലക്ഷ്യത്തിൽ നിന്ന് പരമാവധി അത് മാറി വീഴുക 5 മീറ്ററാണ്. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ചിലരുടെയൊക്കെ ചങ്കിടിപ്പിക്കുന്ന ഒരു വർത്തമാനമായിരിക്കാം. ആ കാഴ്ച കാത്തിരിക്കുന്നത്, ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്നത് നമ്മളായിരിക്കില്ല, അതിർത്തിക്ക് അപ്പുറത്തുള്ള ചിലരായിരിക്കും. എന്തായാലും